ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. SSLC +2 പരീക്ഷകളുടെ തീയതി പ്രഖ്യാപിച്ചു. മാർച്ച് 5-ാം തീയതിയും 6-ാം തീയതിയുമാണ് SSLC +2 പരീക്ഷ നടക്കാൻ പോവുക. കുട്ടികളൊക്കെ ഇനി വളരെ കുറച്ച് അധ്യയന ദിവസങ്ങളൊക്കെ ഉള്ളൂ പരീക്ഷയിലേക്ക് നിങ്ങൾ പോവുക. നമുക്കറിയാമല്ലോ, കേരളത്തിൽ കുട്ടികളെക്കാളും കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് ടെൻഷൻ. സാധാരണഗതിയിൽ ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തെ ടെൻഷൻ്റെ പരമാവധിയിലെത്തും. അത്രയും ടെൻഷനൊന്നും വേണ്ട. പക്ഷേ കുട്ടികൾക്ക് ഇനി പഠനത്തിൽ കേന്ദ്രീകരിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞ് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുക. എല്ലാ വിജയാശംസകളും. പ്രൈം ടൈം ആരംഭിക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് വന്നു. ക്ഷേമ പെൻഷൻ 1600 നിന്ന് 400 രൂപ കൂട്ടി 2000 രൂപയാക്കി. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ കിട്ടും. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം പ്രതിമാസം 1000 രൂപ കൂട്ടി. PM ശ്രീ പദ്ധതി മരവിപ്പിച്ച തീരുമാനം വിവരിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വമ്പൻ പ്രഖ്യാപനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിക്കും. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് 24 മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. 35 മുതൽ 60 വയസ്സുവരെയുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY പിങ്ക് കാർഡുകാർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ആശാ വർക്കേഴ്സ്, അംഗനവാടി വർക്കേഴ്സ് എന്നിവർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കി. 19,470 ADSകൾക്ക് പ്രവർത്തനങ്ങൾക്കായി പ്രതിമാസം 1000 രൂപ വീതം നൽകും. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ 18 മുതൽ 30 വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 4% നവംബറിൽ നൽകും. സാക്ഷരതാ പ്രവർത്തകർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകും. ക്ഷേമ പെൻഷൻ വർധനയടക്കം ആത്മവിശ്വാസത്തോടെയാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യമുണ്ടാകാം. എന്നാൽ ധനവകുപ്പിന് നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ബാലഗോപാൽ. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വാരിക്കോരി സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന രീതിയിലുള്ള പരാതികൾ പലയിടങ്ങളിലും കേട്ടു. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തോടെ ജനങ്ങൾ എങ്ങനെയാണ് പൊതുവെ പ്രതികരിക്കുന്നത്? ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നല്ലതല്ലേ? അംഗൻവാടി ജീവനക്കാർ എത്രയും കാലം കൊണ്ട് സമരം ചെയ്ത് അവരൊക്കെ ഇവര് ആനുകൂല്യം കുറവല്ലേ? ഇത്രയും കാലം കിടന്നില്ലേ, അവസാന നിമിഷം വരെ കാത്തില്ലേ? തീർച്ചയായും 100% തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ്. അടുത്ത ഇലക്ഷൻ 6 മാസത്തിനുള്ളിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സ്റ്റണ്ടായിരിക്കും ഇത്. സർക്കാരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിൽ കുറെ പാളിച്ചുകളുണ്ട്. ആശാപ്രവർത്തകരെ കണ്ട ആദ്യം ഇവരൊക്കെ പ്രശ്നം പറയും, പിന്നീട് സ്ത്രീ പ്രശ്നം ഉണ്ടാക്കാൻ. ഞാനും സർക്കാർ ജീവനക്കാരനാണ്. ഇതുവരെ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല. ചുമ്മാ പറയണേ, അവർക്ക് പോലും തികയണില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവർക്ക് 2000 രൂപ തരണേ. എന്തോ നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, ഈ 1600 രൂപ പെൻഷൻ. ആ ശരി, നല്ലതാ. ചെറുകിട കച്ചവടക്കാർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ വന്നു. ചെറുകിട കച്ചവടക്കാർ ഇന്നും വളരെ വിഷമത്തിലാണ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ കാലി പേപ്പറിലേ ഉണ്ടാവുള്ളൂ. അത് ഇലക്ഷൻ കഴിയുന്നു പതിവ് പോലെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് സാധാരണക്കാരനുള്ള വിശ്വാസം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ് പറയുന്നു. ഓണറേറിയം 1000 രൂപ കൂട്ടിയത് എത്രയോ ചെറുതാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുഖ്യമന്ത്രി അംഗീകരിച്ചെന്നും ആശാ വർക്കേഴ്സ്. ഇപ്പോഴുള്ള 233 രൂപ ഒരു 33 രൂപയും കൂടെ വർദ്ധിപ്പിച്ച് 263 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് വളരെ തുച്ഛമാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വിഷമമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ഇത് ഈ 1000 രൂപ എന്ന് പറയുന്നത് 263 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്ന് നേടിയെടുത്തതാണ്. ആ അർത്ഥത്തിൽ
അത് ഞങ്ങളുടെ ഒരു സമരത്തിൻ്റെ വിജയം തന്നെയാണ്. സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് ഫ്രഷ് കട്ട് തുറക്കുന്നതിൽ തീരുമാനം നാളെ ഉണ്ടാകും. ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ മാത്രമേ പിടികൂടൂ എന്ന് പോലീസ് ഉറപ്പ് നൽകിയതായി MK രാഘവൻ MP പറഞ്ഞു. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഫ്രഷ് കട്ട് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും MK രാഘവൻ. അക്രമത്തെ ഞങ്ങൾ പൂർണ്ണമായും അവലോകിക്കുന്നു. യഥാർത്ഥ പ്രതികൾ ആരാണ്, ഇതാര് നടത്തി എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ മാത്രം ഫോക്കസ് ചെയ്തുള്ള നടപടികൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇപ്പം പോലീസ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റു ആലോചന ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ലീഡർഷിപ്പിൽ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് വിവരങ്ങളുമായി ചേർന്നു. അഭിനന്ദ്, എന്താണ് വിവരങ്ങൾ, പറയൂ. SKN ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നാലെ ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിവിധ ആളുകൾ പങ്കെടുത്ത സർവകക്ഷി യോഗമാണ് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്നത്. അതിനകത്താണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഫ്രഷ് കട്ട് തുടർന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നാളെ ആയിരിക്കും തീരുമാനമുണ്ടാകുക. ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി നാളെ കൂടും. ഈ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി ജില്ലാ കളക്ടർ ആയിരിക്കും നയിക്കുക. ഒപ്പം തന്നെ അടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു മെമ്പർ ഉണ്ടാകും. ഒപ്പം പ്രധാനപ്പെട്ട 2 ആളുകൾ കൂടി പങ്കെടുത്തുകൊണ്ട് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഈ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ സർവകക്ഷി യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക പ്രതിനിധികളാണ് ഈ സർവകക്ഷി യോഗത്തിനകത്ത് പങ്കെടുത്തത്. അവർ പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. ഈ താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ആരോപണം എന്നത് ഈ പോലീസിന്റെ നടപടിയായിരുന്നു. രാത്രി കാലങ്ങളിൽ പോലും പോലീസുകൾ വ്യാപകമായിട്ട് റെയ്ഡ് നടത്തുന്നു. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയും ഇന്ന് സർവകക്ഷി യോഗത്തിനകത്ത് ഉയർന്നു വന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസിന്റെ ആ രാത്രി കാലത്തുള്ള വ്യാപക റെയ്ഡ് അവസാനിപ്പിക്കും. ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോലീസ് മുന്നോട്ട് പോകും. കാരണം റൂറൽ SP അടക്കം അതിക്രമിച്ച ഒരു വിഷയം ഇതിനകത്തുള്ള ഒരു പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ അത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അല്ലാത്ത പക്ഷം സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഹാനികരമാകുന്ന രീതിയിലുള്ള ഇടപെടൽ അത് ഉണ്ടാകില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN ഇപ്പോൾ വരുന്ന അടിയന്തരമായ ഒരു വാർത്തയാണ്. വിമാനയാത്രയ്ക്കിടെ ഹൃദയാഘാതം വന്ന ഒരു യാത്രക്കാരൻ മരിച്ചു. മാലി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ അഹമ്മദ് നാസർ എന്ന യാത്രക്കാരനാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. കൊച്ചിയിലെത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം മാലി ദ്വീപ് സ്വദേശിയാണ്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാര്യം വിമാനയാത്രയ്ക്കിടയിൽ ഹൃദയാഘാതം വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം അടുത്ത എയർപോർട്ടിൽ ഇറക്കുകയല്ലാതെ മറ്റു വഴിയില്ല. മാലിദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയ ഫ്ലൈറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നുണ്ട്. സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ സ്വദേശി വസന്തയാണ് മരിച്ചത്. രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേഘന മുരളി കൂടുതൽ അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ മേഘന, എന്താ സംഭവിച്ചത്? എത്ര ദിവസങ്ങളായി ഇവർ ചികിത്സയിലായിരുന്നു? SKN സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തുടരുകയാണ്. സംസ്ഥാനത്തെ 31ാമത്തെ മരണമാണ് ഇപ്പോൾ ചിറയൻകീഴ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. 77 വയസ്സുകാരിയായിട്ടുള്ള വസന്ത അഴൂർ സ്വദേശിയാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ഒരു മാസക്കാലമായി അസുഖബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 10 ദിവസം മുന്നെയാണ് രക്തപരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ നേരത്തെ തന്നെ ഇതിന്റെ രോഗ ഉറവിടം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. ഇപ്പോഴും ആരോഗ്യവകുപ്പിന് ആ കാര്യത്തിലൊരു വ്യക്തതയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അല്ലെങ്കിൽ മറ്റു ജോലികൾക്കൊന്നും പോകാത്ത ആളാണ് വസന്ത എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ രോഗം പടർന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സമീപത്തെ കുളങ്ങളിലടക്കം ക്ലോറിനേഷൻ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ മറ്റാർക്കും രോഗലക്ഷണം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും കർശന ജാഗ്രതാ നിർദ്ദേശം ഈ ചിറയൻകീഴ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് വസന്ത മരണപ്പെടുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ കൂടുതൽ ഭയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും.
ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കാര്യം പ്രഖ്യാപിച്ചു. SSLC +2 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-നും +2 പരീക്ഷ മാർച്ച് 6-നുമായിരിക്കും ആരംഭിക്കുക. ഫലപ്രഖ്യാപനം മെയ് മാസത്തിൽ ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കുട്ടികൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇനി നിങ്ങൾക്ക് അത്യാവശ്യം സീരിയസ് ആയി പഠനത്തിലൊക്കെ കേന്ദ്രീകരിക്കണം എന്നും പറഞ്ഞ് നിങ്ങൾ മുഴുവൻ സമയ പഠിത്തക്കാരായി മാറുകയും വേണ്ട. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക, മയക്കുമരുന്ന് ഒഴികെ. SSLC പരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. രാവിലെ 9:30-നാണ് പരീക്ഷകൾ ആരംഭിക്കുക. മൂല്യനിർണ്ണയം ഏപ്രിൽ 7 മുതൽ 25 വരെ നടത്തും. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന് നടത്താനാണ് ആലോചന. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 27-ന് അവസാനിക്കും. 2-ാം വർഷ പരീക്ഷ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകൾ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വർഷം മുതൽ 9-ാം ക്ലാസ് വരെ വാർഷിക പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കും. 24 തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തുടർ നടപടികൾ ആലോചിക്കുന്നതിന് സർവകക്ഷി യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചു. അടുത്ത മാസം 5-ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ യോഗം തിടുക്കപ്പെട്ട് SIR നടപ്പാക്കാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നു. നിയമ നടപടി ആലോചിക്കുമെന്ന് LDFും UDFും വ്യക്തമാക്കി. എതിർപ്പ് അവഗണിച്ചും കേരളത്തിൽ SIR നടപ്പാക്കുന്നതിന്റെ 2ാം ഘട്ട നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നു ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ LDFും UDFും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗവുമാണ്. അവർക്ക് പറ്റുന്നയാളെ ഇലക്ഷൻ കമ്മീഷനാക്കി പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ SIR എന്ന ഓമന പേരിട്ട് ഒന്ന് കൊണ്ടുവന്നു. ഇതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്, ജനങ്ങളെ ദ്രോഹിക്കുക. ഇത് കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ പ്രഖ്യാപനമാണ്. പൗരത്വ നിയമം കൊണ്ടുവരാനുള്ള ഒരു പിൻവാതിൽ നടപടിയാണ്. ആവശ്യം തള്ളിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേരളത്തിൽ SIR വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് മറുപടി നൽകി. ഡ്രാഫ്റ്റ് റോളിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് 9th ഡിസംബർ ആണ്. ആ സമയത്ത് EROമാർക്ക് ഒരു റോളും ഉണ്ടാവില്ല. നമ്മൾ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് തിരിച്ചെടുക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. അത് BLOമാരാണ് ചെയ്യാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR നടപ്പാക്കണമെന്ന തീരുമാനത്തെ BJP പിന്തുണച്ചു. സമയം നീട്ടുന്നതിന് നിയമപരമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചിക്കുമെന്ന് CPIMും കോൺഗ്രസും വ്യക്തമാക്കി. കേരളത്തിൽ SIR നടപ്പാക്കാനുള്ള തീരുമാനം ശക്തമായി എതിർക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി MPയും പറഞ്ഞു. 24 തിരുവനന്തപുരം. സ്വർണ്ണവില കുതിച്ചുയരുകയാണ് നമുക്കറിയാം. എന്നാൽ സംസ്ഥാനത്ത് സ്വർണത്തിൻ്റെ പേരിൽ വൻ തട്ടിപ്പ് നടന്നു. ചെമ്പ്, പിച്ചള തുടങ്ങിയ ലോഹങ്ങൾക്ക് മുകളിൽ സ്വർണം പൂശി സ്വർണമെന്ന വ്യാജേനയാണ് കച്ചവടം നടത്തിയത്. മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശിനി തട്ടിപ്പിന് ഇരയായി. സ്വർണ്ണം ഉരുക്കിയപ്പോൾ മാത്രമാണ് തട്ടിപ്പ് വെളിച്ചത്തായതെന്ന് ജ്വല്ലറി ഉടമ 24നോട് പറഞ്ഞു. 2 ദിവസം മുമ്പ് 2 സ്ത്രീകൾ ഇവിടെ ആഭരണം മുക്കാൻ വന്നു. ഞാനതിന് ഏകദേശം നല്ലൊരു വില കൊടുത്തു. രാത്രി ഞങ്ങൾ മെൽറ്റിങ്ങിന് കൊണ്ടുപോയപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കട്ടറിന് പിടിക്കുന്നില്ല. കണ്ടപ്പോൾ ഞങ്ങൾ ഉടുക്കി ചൂടാക്കിയപ്പോൾ വെച്ചപ്പോൾ അത് പിച്ചളയാണ് പിന്നെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പാർട്ടീനെ വിളിച്ചപ്പോൾ പാർട്ടി വന്നു. എൻ്റെ കാശ് പോലും തിരിച്ചു തന്നിട്ട് അവരാ സാധനം തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ അവരോട് എന്താ പറഞ്ഞത് വെച്ചാൽ ഈ പാർട്ടീനോട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ സാധനം വിൽപ്പന നടത്തുമ്പോൾ നമ്മളെ കയ്യിൽ തന്നെ ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിലൊന്നും കൊണ്ടുപോയി കൊടുത്താൽ ഈ സാധനം ഒരിക്കലും മനസ്സിലാക്കുക. അതിൻ്റെ മേലെ കോട്ടിങ് ആണ്. ഇത് കട്ട് ചെയ്ത് ഉരുക്കിയതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ പ്യൂരിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സാധാരണ സ്വർണം 24 ക്യാരറ്റിന് 22 ക്യാരറ്റിലേക്ക് മാറ്റിയിട്ട് അത് തകിടും ഒക്കെ 3-4 പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വളമായി വരുന്നത്. ഇത് നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ചിലയിടത്തൊക്കെ ഇതിനായിട്ടുള്ള ആളുകൾ ഈ കൂലിയില്ലാതെയും ഒക്കെ ഇല്ലാതെ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യം കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നാണ് ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുകയാണ്. സമീർ, എന്താണ് ഈ മാസ്മരിക വിദ്യ? പറയൂ.
SKN ഇതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പള്ളിക്കൽ ബസാർ സ്വദേശിനിയായിരിക്കുന്ന ഒരു യുവതി ഒരു ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങുന്നു. 1 പവനോളം വരുന്ന സ്വർണ്ണവളയാണ് അവർ വാങ്ങുന്നത്. അതിനുശേഷം അവർ ഈ സ്വർണ്ണവള വില കൂടുന്ന സമയത്ത് മറ്റൊരു ജ്വല്ലറി വിൽക്കാൻ കൊണ്ടുപോയ സമയത്താണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതാണ്. ഈ ജ്വല്ലറിയിലുള്ള ആളുകൾ ഈ സ്വർണം വാങ്ങുന്നു, അവർ അതിന് വില നൽകുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇതിനകത്ത് സ്വർണ്ണമല്ല, ഈ സ്വർണം പുറത്ത് പൂശി പിച്ചള പോലെയുള്ള ഒരു ലോഹം ആദ്യം ഉണ്ടാക്കുന്നു. അതിന് പുറത്ത് ഈ സ്വർണത്തിന്റെ കോട്ടിംഗ് നൽകി ഇത് സ്വർണ്ണമാണെന്നുള്ള വ്യാജേന കച്ചവടം നടത്തി പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ജ്വല്ലറി ഉടമകൾ വ്യക്തമാക്കുന്നത്. ഈ സ്വർണം ഈ ജ്വല്ലറിയിലോ ബാങ്കിലോ പ്രാഥമികമായിട്ടുള്ള പരിശോധന ഒരിക്കലും തന്നെ മനസ്സിലാകില്ല എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ അനലൈസർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ ഇട്ടുകൊണ്ടാണ് ജ്വല്ലറികൾ ഇത് പരിശോധന നടത്തുക. ആ പരിശോധന ഒരിക്കലും തന്നെ മനസ്സിലാകില്ല. കാരണം ഈ പിച്ചള വളരെയേറെ ഉൾഭാഗത്താണുള്ളത്, അതിന് പുറത്തുള്ള മുഴുവൻ കോട്ടിങ്ങും സ്വർണ്ണമാണ്. അതിനുശേഷം പിന്നീട് ഇവർ വൈകുന്നേരത്തോടു കൂടി ഈ സ്വർണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉരുക്കാൻ വേണ്ടി കൊടുക്കുന്നു. ആ ഒരു സമയത്താണ് ഈ കാര്യം വ്യക്തമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഇത് വിൽപ്പന നടത്തുന്നത് മറ്റാരുമല്ല, ചില ഈ സ്വർണ്ണ വ്യാപാരികളിൽപ്പെട്ട ചില ആളുകളാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഈ ജ്വല്ലറിയിൽ നിന്ന് ഈ സ്വർണം വാങ്ങുന്ന സമയത്ത് ഈ സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇവിടെ തന്നെ ഈ സ്വർണം തിരിച്ച് വിൽപ്പന നടത്തണം, വിൽക്കുകയാണെങ്കിൽ അല്ലാത്ത മറ്റുള്ള സ്ഥലത്ത് വിൽപ്പന നടത്തരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ വാങ്ങുന്ന സമയത്തുള്ള വില തന്നെ വിൽക്കുന്ന സമയത്ത് നൽകാം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സ്വർണം വിൽക്കുന്ന സമയത്ത് കൂടുതൽ സ്വർണത്തിന് വില വാങ്ങിയതിനേക്കാൾ കൂടുതൽ വില വർദ്ധിച്ചോടു കൂടിയാണ് മറ്റൊരു ജ്വല്ലറിൽ വിൽക്കാൻ വേണ്ടി സ്ത്രീ തീരുമാനിക്കുകയും അങ്ങനെ തട്ടിപ്പിന് വിവരം പുറത്തു വരികയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണക്കാർക്ക് ഒരിക്കലും തന്നെ ഇത് സ്വർണ്ണമാണോ അതല്ല മറ്റെങ്കിൽ വ്യാജ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ ഒരു മാർഗവുമില്ല എന്നുള്ളതാണ് ഇതിലെ അപകടം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ജ്വല്ലറിക്കാർക്ക് പോലും പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഇതിന് പിന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഈ ജ്വല്ലറി ഉടമകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ജാഗ്രത വേണമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ജ്വല്ലറിയിൽ മാത്രമല്ല ബാങ്കുകളിൽ വരെ പണയപ്പെടുത്തി ഇത്തരത്തിൽ വ്യാജ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് പണം കൈപ്പറ്റിയതായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് കേവലം ഒരു പള്ളിക്കൽ ബസാർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി മാത്രമല്ല, സംസ്ഥാനത്തിലുടനീളം വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വ്യാജ സ്വർണ്ണങ്ങൾ നൽകിയുള്ള തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഈ ജ്വല്ലറി വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നമുക്ക് ഈ സ്വർണ്ണം വാങ്ങിയ ജ്വല്ലറിയുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇവർ പോലീസിലോ മറ്റുള്ള നിയമ നടപടിയോ സ്വീകരിക്കാത്ത പക്ഷം നമുക്ക് അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. പക്ഷേ ഇവർ ആ സ്വർണം നൽകി, ആ വ്യാജ സ്വർണം തിരികെ നൽകി അവർ പണം സ്വന്തമാക്കിയത് കൊണ്ടാണ് അവർ നിയമ നടപടിയിലേക്ക് കടക്കാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സമീർ ബിൻ കരീമായിരുന്നു സംസാരിച്ചത്. എന്തായാലും സ്വർണം ഇങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്താൻ പറ്റിയ കാലമാണ്. ഇനിയൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ആർ ശ്രീജിത്ത് വാർത്തയുമായി നമുക്കൊപ്പം ചേരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ CPIM സ്ഥാനാർത്ഥി നിർണയം നവംബർ 5-നകം പൂർത്തിയാക്കാൻ നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾക്കാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം കൊടുത്തത്. വിജയസാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം, യുവാക്കൾക്ക് പരിഗണന നൽകണമെന്നും നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN ഗുഡ് ഈവനിങ്. ഇപ്പോൾ CPIMന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നടപടികൾ നവംബർ 5-നകം പൂർത്തീകരിക്കണമെന്നാണ് CPIM സംസ്ഥാന നേതൃത്വം വിവിധ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ നടപടികളിൽ യോജിപ്പോടുകൂടിയുള്ള തീരുമാനമെടുക്കണം. LDF എന്ന നിലയിൽ സീറ്റ് ഉപചരണത്തിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും യോജിപ്പിൻ്റെ അന്തരീക്ഷം നിലനിർത്തിയാകണം ഈ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം. വിജയസാധ്യതയായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പൊതുസ്വീകാര്യതയുള്ളതും പാർട്ടിയോടും മുന്നണിയോടും അടുപ്പമുള്ള ആളുകളെയും എതിരാളികൾ സ്ഥാനാർത്ഥികളായി സ്വന്തമാക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുസ്വതന്ത്രനെയും മറ്റും സ്ഥാനാർത്ഥികളായി പരിഗണിക്കാം. എന്നാൽ SDPI, ജമാഅത്തെ ഇസ്ലാമി, BJP തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ളവരെ ആരെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടതില്ല എന്ന കൃത്യമായ നിർദ്ദേശവും ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയ കുറിപ്പിൽ CPIM സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പൊതുസ്വീകാര്യതയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവരുടെ സാമൂഹ്യമായ ഘടകങ്ങൾ, അതായത് ജാതി സമവാക്യം അടക്കമുള്ള സാമൂഹിക ഘടകങ്ങൾ പരിഗണിക്കണമെന്നും CPIM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട ഒരു കോർ കമ്മിറ്റിയെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. വിജയ സാധ്യത മാത്രം മാനദണ്ഡമാക്കി വേണം സ്ഥാനാർത്ഥി നിർണയമെന്ന് നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ KPCCയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, വർക്കിംഗ് പ്രസിഡന്റുമാർ,
KPCC മുൻ അധ്യക്ഷന്മാർ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും. KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും യോഗം മുറ പോലെ നടക്കുമെങ്കിലും അവയ്ക്ക് മുകളിൽ അനൌദ്യോഗിക സമിതിയായി ഇത് പ്രവർത്തിക്കും. പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഇന്നലെ ചിലർ പരാതി ഉന്നയിച്ചിരുന്നു. പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ പാർട്ടിക്ക് മുഖ്യമന്ത്രി മുഖം ഉണ്ടാകില്ലെന്നും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു. 24 ഡൽഹി. CPI ഉയർത്തിയ പ്രതിഷേധത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ധാരണാപത്രം അവലോകനം ചെയ്യുന്നതിനായി 7 അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാരിനെ കത്തിലൂടെ അറിയിക്കാനും ഇന്ന് തീരുമാനമായി. മുന്നണിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരെ CPI ഉയർത്തിയ ശക്തമായ എതിർപ്പാണ് സർക്കാരിനെയും CPIഎമ്മിനെയും മുട്ടുകുത്തിച്ചത്. പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാനും അതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കാനും തീരുമാനിച്ച സർക്കാർ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങുകയായിരുന്നു. ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പദ്ധതി പുനഃപരിശോധിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയിൽ CPIഎമ്മിനും CPIക്കും 2 വീതം പ്രതിനിധികളുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നത് സർക്കാരിന്റെ നയമാണെന്ന് കൂടി പ്രഖ്യാപിച്ചതോടെ വിവാദത്തിന് തിരശ്ശീലയിടാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ഇതെന്ത് സർക്കാരാണെന്ന് ചോദിച്ച ബിനോയ് വിശ്വത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചു. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉപസമിതി നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനം CPIയുടെ രാഷ്ട്രീയ വിജയമാണെന്ന് കണക്കുകൂട്ടുന്നു. മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവദിക്കില്ല എന്ന സമ്മർദ്ദം വിജയം കണ്ടതോടെ മുന്നണിയിലെ തിരുത്തൽ ശക്തി എന്ന ഖ്യാതി വീണ്ടെടുക്കാനും CPIക്ക് കഴിഞ്ഞു. ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ CPI സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിച്ച ഐക്യവും പ്രധാന പങ്ക് വഹിച്ചു. നാടൻ ഭാഷാശൈലിയായി കണക്കാക്കിയാൽ പോലും CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന ഈ ചോദ്യത്തിന് CPI ഉത്തരം നൽകി കഴിഞ്ഞു. പാർട്ടിയുടെ വലിപ്പത്തിലല്ല നിലപാടിലാണ് കാര്യമെന്നാണ് CPI നൽകുന്ന ഉത്തരം. PMC പദ്ധതിയിലെ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞിരുന്ന CPIഎമ്മും സർക്കാരും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതോടെ ആ ഉത്തരത്തിന് കൂടുതൽ തിളക്കം കൈവന്നിരിക്കുന്നു. CPIഎമ്മിൻ്റെ ഏറാൻ മൂടികളാണെന്ന് വിമർശനമേറ്റിരുന്ന CPI നേതൃത്വത്തിന് PMC പദ്ധതിയിലെ വിജയം ആശ്വാസകരമാണ്. പക്ഷതാൽപര്യങ്ങൾ മാറ്റിവെച്ച് നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നതാണ് സർക്കാരിനെ മുട്ടുകുതിക്കുന്നതിൽ നിർണായകമായത്. ധാരണാപത്രം മരവിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും സർക്കാർ കത്തരണമെന്ന് ആവശ്യപ്പെട്ടതും ദേശീയ സെക്രട്ടറി അംഗമായ K. പ്രകാശ് ബാബുവാണ്. അത് ശരിവെച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MABയുമായുള്ള ചർച്ചകളിലൂടെ പാർട്ടിക്ക് വിജയമവകാശപ്പെടാവുന്ന സമവായ ഫോർമുല നേടിയെടുത്തു. പൂരം കലക്കൽ, ബ്രൂവറി, വോട്ട് ചോരി തുടങ്ങിയ വിഷയങ്ങൾ CPIഎമ്മിന് മുന്നിൽ അടിയറവ് പറഞ്ഞ വിമർശനം PMCയിലൂടെ ഇല്ലാതാക്കാൻ CPI സംസ്ഥാന നേതൃത്വത്തിനായി. ദേശീയ നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണയും സംസ്ഥാന നേതൃത്വത്തിന് തുണയായി. ഇടത് രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടലിലൂടെ മുന്നണിയിലെ തിരുത്തൽ ശക്തിയാണ് CPI എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടി നിലപാട് വിജയം കണ്ടെങ്കിലും ക്രെഡിറ്റ് അവകാശപ്പെടാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വതയും CPI നേതൃത്വം കാട്ടി. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് പ്രമാണിച്ച് തിരുവനന്തപുരത്ത് നാളെ 3 മണിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ അവധിയായിരിക്കും. സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഈ അവധി ബാധകമാകും. ഘോഷയാത്ര കണക്കിലെടുത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 മണിവരെ വിമാന സർവീസുകൾക്കും നിയന്ത്രണം ഉണ്ടായിരിക്കും. LDFിനെയും സർക്കാരിനെയും പിടിച്ചുലച്ച PM ശ്രീ വിവാദത്തിൽ ഇന്ന് തലസ്ഥാന നഗരം വേദിയായത് തിരക്കിട്ട കൂടിയാലോചനകൾക്ക്. AKG സെൻട്രലിലും MN സ്മാരകത്തിലും മാരത്തോൺ ചർച്ചകൾ നടന്നു. സമീപകാലത്ത് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച ഉദ്വേഗഭരിതമായ മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഒരു സമവായം കണ്ടെത്താൻ കഴിഞ്ഞത്. മണ്ഡലത്തിലെ പരിപാടികൾ ഒഴിവാക്കിയാണ് അതിരാവിലെ CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തെത്തിയത്. മന്ത്രിസഭായോഗത്തിനു മുൻപേ പ്രശ്നപരിഹാരത്തിന് AKG സെന്ററിലും MN സ്മാരകത്തിലും കൂടിയാലോചനകൾ. 9:30 മുഖ്യമന്ത്രിയും CPIഎം ജനറൽ സെക്രട്ടറി MA ബേബിയും CPIഎം ആസ്ഥാനത്ത്. MN സ്മാരകത്തിലും ചൂടുപിടിച്ച ചർച്ചകൾ. ബിനോയ് വിശ്വവും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബുവും MN സ്മാരകത്തിലെത്തി.
ഇതിനിടെ CPI സമ്മർദ്ദത്തിന് CPIM വഴങ്ങിയെന്ന സുപ്രധാന വിവരം 24-ലൂടെ കേരളം അറിഞ്ഞു. പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് നൽകുന്ന കത്തിന്റെ കരടിൽ MN സ്മാരകത്തിലും ഡൽഹി അജോയ് ഭവനിലും CPI നേതാക്കളുടെ ചർച്ച. CPI മന്ത്രിമാർ കൂടി MN സ്മാരകത്തിൽ. പിന്നാലെ CPI നേതാക്കൾ AKG സെന്ററിലേക്ക്. തർക്കത്തിലെ മഞ്ഞുരുക്കം. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അജോയ് ഭവനിലെ യോഗത്തിന് ശേഷം CPI ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. 3:30-ഓടെ CPI മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്കെത്തി. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചതോടെ വിവാദത്തിന് താൽക്കാലിക വിരാമം. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ ബീഹാർ. പ്രധാനമന്ത്രിയെ വോട്ടുമോഷണം നടത്തുന്ന തിരക്കിലെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസിലും RJDയിലും കുടുംബ രാഷ്ട്രീയമെന്ന വിമർശനമുയർത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാസഖ്യത്തിന്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയും NDAയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെത്തി. ദർഭംഗയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ബീഹാറിലെ ഭരണം റിമോട്ട് കൺട്രോളിലൂടെയാണ് നടപ്പാക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രധാനമന്ത്രിക്ക് ജനങ്ങളുടെ വോട്ട് മാത്രമാണ് ആവശ്യമെന്നും വോട്ട് ലഭിക്കാൻ പ്രധാനമന്ത്രി വേദിയിൽ നൃത്തം വരെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി. मैंने पिछली मीटिंग में कहा, देखो भैया, चुनाव से पहले आप मोदी जी से कुछ भी करवाना चाहते हो करवा सकते हो. अगली मीटिंग में आएंगे, भीड़ से कोई कहेगा, एक आदमी नहीं, अगर भीड़ से 200 लोगों ने कहा मोदी जी स्टेज पे जरा डांस कर दीजिए, हम वोट देंगे, डांस शुरू हो जाएगा. കോൺഗ്രസിനും RJDക്കുമെതിരെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി അമിത്ഷാ. लालू जी अपने बेटे को मुख्यमंत्री बनाना चाहते और सोनिया जी अपने बेटे को प्रधानमंत्री बनाना चाहते, मगर मैं लालू जी और सोनिया जी को कहना चाहता हूं कि बिहार में ना CM पद खाली है, दिल्ली में ना PM पद खाली है. ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടത് യുവ നേതൃത്വമെന്ന മഹാസഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാഹ്നി 24-നോട്. बिहार में जो है 20 साल से मुख्यमंत्री नीतीश कुमार जी का शासनकाल है और नीतीश कुमार जो है अभी अस्वस्थ हो चुके हैं, तो राज्य के लोगों को ये जानकारी है और देश के लोगों को जानकारी है, तो यहाँ पे जनता के बीच में नया युवा नेतृत्व चाहिए. കേന്ദ്രമന്ത്രിമാരും BJP ഭരണ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികളിലാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ കരുത്തുകാട്ടാൻ മുന്നണികൾ. താരപ്രചാരകർ കൂടി ബീഹാറിലേക്ക് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കും. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. MP ഫണ്ടിൽ നിന്നും നൽകിയ ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു അവരുടെ സമരം. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ നിഖിൽ. ഗുഡ് ഈവനിങ്. പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കാൻ അനുവദിക്കാതെ പ്രതിപക്ഷ മെമ്പർമാർ ഇപ്പോൾ അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ലോമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള അനുമതി പഞ്ചായത്ത് നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതാണ് മെമ്പർമാർ പറയുന്നത്. ഈ പഞ്ചായത്തിലെ 8 പ്രതിപക്ഷ മെമ്പർമാരും ഇപ്പോൾ പഞ്ചായത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിലാണ് അവർ പറയുന്നത്. ഇനി കാലാവധി പൂർത്തിയാകാൻ ഏതാനും മാസങ്ങൾ കൂടിയുള്ളൂ. ഏറ്റവും അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അത് പാലിക്കേണ്ടതുണ്ട്. അതിനെ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇതേ തുടർന്നാണ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധം ഉണ്ടായത്. ഈ സമരം, ഈ പ്രതിഷേധം അതുപോലെ തന്നെ ഇതേ വീര്യത്തിൽ തുടരും എന്നുള്ളതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ വ്യക്തമാക്കുന്ന കാര്യം. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ഇടുക്കി അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധിയുടെ കാൽ മുറിച്ചു മാറ്റി. കാലിലേക്കുള്ള രക്തയോട്ടം നിലച്ചതോടെയാണ് ഇടതുകാൽ മുറിച്ചു മാറ്റിയത്. ദുരന്തത്തിൽ കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുണ്ട്. അതിന് പിന്നാലെ സന്ധ്യയുടെ ചികിത്സാ ചെലവ്
ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. അടിയന്തര ശസ്ത്രക്രിയ ഫലം കാണാത്തതിനെ തുടർന്നാണ് സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചു മാറ്റിയത്. കാലിലെ ശസ്ത്രക്രിയയിൽ രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും പേശികൾ ചതഞ്ഞറിഞ്ഞതിനാൽ കാൽ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സഹോദരൻ സന്ദീപ് 24നോട്. നിലവിൽ ഒരു സഹായവും നമ്മുടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അത് തീർച്ചയാണ്. എന്നുവെച്ചാല് നമ്മുടെ റോഷി സാറിനെ കണ്ടായിരുന്നു. റോഷി സാർ ഇവിടെ വന്ന് ചികിത്സയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. അതിനുവേണ്ട എന്താ ചെയ്യാം, അതിന്റെ നടപടിക്രമങ്ങളനുസരിച്ച് വരും എന്ന് നമുക്കൊരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. സന്ധ്യയ്ക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചതായി കുടുംബം പിന്നീട് വ്യക്തമാക്കി. കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിക്ക് പിന്നാലെ സന്ധ്യയുടെ ചികിത്സാ ചെലവ് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തെ ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സന്ധ്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലും അറിയിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. 24 കൊച്ചി. കൊച്ചി നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചു. നീണ്ട നാളായി എയർപോർട്ട് യാത്രക്കാരുടെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതായി കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തിന്റെ ദീർഘകാല ആവശ്യത്തിന് ഒടുവിൽ റെയിൽവേ ബോർഡിന്റെ പച്ചക്കൊടി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ കൂടി വരുന്നതോടെ യാത്രക്കാർക്കും ചരക്ക് നീക്കത്തിലും ഉൾപ്പെടെ വലിയ സാധ്യതകളുണ്ട്. കാർഗോ കമ്പനികൾക്ക് കൂടുതൽ വേഗത്തിൽ ചരക്കുകൾ എത്തിക്കാം. വിദേശത്തേക്ക് പച്ചക്കറി ഉൾപ്പെടെ വേഗത്തിൽ കയറ്റി അയക്കാമെന്നത് കർഷകർക്കും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും. കഴിഞ്ഞ വർഷം വിൻഡോ ട്രെയിലിംഗ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴാണ് റെയിൽവേ മന്ത്രി തന്നെ പുതിയ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു നൽകിയത്. റെയിൽവേ ബോർഡിന്റെ കൂടി അനുമതി ലഭിച്ചതോടെ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വ്യക്തമാക്കി. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകളും ആ സ്റ്റേഷനിൽ നിർത്തും. 24 കൊച്ചി. കോഴിക്കോട് കൊയിലാണ്ടി നന്ദി സർവീസ് റോഡിലെ കുഴിയിൽ അപകടങ്ങൾ തുറക്കഥയാകുമ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കരാർ കമ്പനി. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് കുഴി നന്നാക്കാൻ സാധിക്കാത്തതെന്നാണ് പറയുന്നത്. അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് വഗാഡ കമ്പനിയുടെ നിലപാട്. അപകടങ്ങൾ പതിവാകുന്ന സ്ഥലത്ത് പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. 2 ആഴ്ചക്കിടയിൽ 11ാമത്തെ അപകടമാണ് നന്ദി സർവീസ് റോഡിൽ ഇന്നലെ വൈകുന്നേരം നടന്നത്. തലനാരിടയ്ക്കാണ് കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ബസ് യാത്രക്കാരും രക്ഷപ്പെടുന്നത്. ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഡ്രെയിനേജ് ഈ വരുന്ന വെള്ളത്തിനെ പുറത്തേക്ക് ഒഴുക്കി വിടാൻ വേണ്ടി ഉള്ള സംവിധാനം NH അധികൃതർ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംവിധാനത്തെ പറ്റി അവർ ആലോചിച്ചിട്ടില്ല. പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ദേശീയപാത അതോറിറ്റി തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനി ഓഫീസായ വഗാഡ ഉപരോധിച്ചു. പ്രതികൂലമായ കാലാവസ്ഥയായതിനാലാണ് പ്രവൃത്തി വൈകുന്നതെന്നും മഴ മാറിയാൽ നിർമ്മാണം ആരംഭിക്കാമെന്നുമാണ് കരാർ കമ്പനി വഗാഡ നൽകുന്ന വിശദീകരണം. 24 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി നിർണായക ചോദ്യം ചെയ്യൽ. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും നടപടി. അതേസമയം പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം ഉടൻ വ്യാപിപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കട്ടിളപ്പാളികൾ കൈമാറിയ കേസിൽ 2ാം പ്രതിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കേസിൽ 6ാം പ്രതിയുമായ മുരാരി ബാബുവിനെ ഇന്നലെയാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചത്. പിന്നാലെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് SIT നീക്കം. ഇരുവരുടെയും ആസ്തി വിവരങ്ങളുടെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇക്കാര്യത്തിലും വ്യക്തത തേടും. സംസ്ഥാനത്തിന് പുറത്തുനിന്നും തെളിവെടുപ്പിനിടെ കണ്ടെടുത്ത സ്വർണം ഇന്നലെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആകെ 608 ഗ്രാം സ്വർണമാണ് ഹാജരാക്കിയത്. ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത സ്വർണം സ്വർണ്ണപ്പാളികളിലെയാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിനെ കേന്ദ്രീകരിച്ചും SIT കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുമായി തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി പീരുമേട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ കുടുംബത്തിന് ധനസഹായം നൽകാതെ വനംവകുപ്പ്. ജൂൺ 13 കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകാതിരുന്നത്. സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നാണ് കോട്ടയം DFO പറയുന്നത്. പോലീസ് കോടതി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും വനംവകുപ്പിന്റെ വിശദീകരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ്. പറയൂ രാഹുൽ.
SKN ജൂൺ 13 വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത എന്ന ആദിവാസി സ്ത്രീയെ പ്ലാക്കത്തടം സ്വദേശിയാണ് ഇവരെ വനത്തിനുള്ളിൽ വെച്ച് കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ വിവാദമായ വാർത്തയാണ്. കാരണം ഈ സീതയെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടർക്ക് തോന്നിയ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോടക്കം പറഞ്ഞ ചില കാര്യങ്ങൾ, ഇത് കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്, കാട്ടാനെ ആക്രമണമല്ല കൊലപാതകമാണ് സീതയുടെ മരണത്തിന് കാരണം എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും വലിയ തരത്തിൽ വിവാദമാവുകയും പിന്നീട് പോലീസിന്റെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. പോലീസ് അന്വേഷണത്തിലാണ്, പ്രത്യേക അന്വേഷണത്തിലാണ് ഇത് കാട്ടാനെ ആക്രമണം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് നൽകിയ മൊഴിയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ സംശയങ്ങളൊക്കെ മാറ്റി ഇത് കാട്ടാനെ ആക്രമണത്തിൽ തന്നെയാണെന്നുള്ള മൊഴി നൽകുകയും ചെയ്തു. ഇതടക്കമുള്ള വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ, പീരുമേട് കോടതിയിൽ സമർപ്പിച്ചതുമാണ്. പക്ഷേ നാളിതുവരെയുമായിട്ടും ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടും ഈ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കൊലപാതകമല്ല, കാട്ടാനെ ആക്രമണം തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷേ കോട്ടയം DFO ഇപ്പോൾ പറയുന്ന വിശദീകരണം അല്ലെങ്കിൽ ന്യായം എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം പരിശോധന റിപ്പോർട്ടിൽ അത് കാട്ടാനെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല പോലീസിന്റെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടില്ല. താൻ ആവശ്യപ്പെട്ടിട്ടും പോലീസ് ആ റിപ്പോർട്ട് വനം വകുപ്പിന് കൈമാറിയിട്ടില്ല. അത് ലഭ്യമായെങ്കിൽ മാത്രമേ തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് കോട്ടയം DFO വ്യക്തമാക്കുന്നത്. എന്തായാലും അത് അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ആ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കേണ്ടതുമാണ്. SKN. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് ചേർന്നത്. തൃശൂർ കുതിരാനിയിൽ കാട്ടാനാക്രമണം ഉണ്ടായി. ഇരുമ്പ് പാലത്തിന് സമീപം ഫോറസ്റ്റ് വാച്ചർ ബിജുവിനെയാണ് കാട്ടാനാക്രമിച്ചത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു നാട്ടുകാർ. തന്നെ ആന പിന്നാലെ തന്നെ ചിഹ്നം വിളിച്ച് വരികയും ആ ബീച്ചാറിനെ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടിയിട്ടു. നേരെ ആളിങ്ങോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കുത്ത് ആ ഭിത്തിയിലേക്കാണ് കുത്തിയത്. കയ്യും കാലും ഇട്ട് കുത്തി ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ചപ്പും പറിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ ഫീന്ന് പറഞ്ഞ ഒറ്റ പോക്ക, ചിഹ്നം വിളിച്ചൊരു ഒറ്റ പോക്ക പോയത്. ആന ആക്രമിച്ചതിന്റെ നടുക്കം ഇപ്പോഴും കുതിരാൻ സ്വദേശിയായ ജോർജിന് വിട്ടുമാറിയിട്ടില്ല. ഫോറസ്റ്റ് വാച്ചർ ബിജുവിനോടൊപ്പം രാത്രി ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയതാണ് ജോർജ്. അപ്രതീക്ഷിതമായി ഓടിയെത്തിയ ആന ബിജുവിനെ തള്ളിയിട്ടു. കൊമ്പുകൊണ്ട് കുത്തി. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരുക്കേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കാട്ടാന ശല്യത്തിന് അധികൃതർ പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് നാളെ ഉണ്ടാവുമോയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലത്തെ ഫോറസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചയാണ്. ആനകൾ വന്നാൽ ഞങ്ങൾ ഒച്ചയും ബഹളം വെച്ച് ആന തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ ആന പോകുമ്പോൾ ആനയുടെ പുറകെ പോയി അവർ കൊണ്ടുപൊട്ടിക്കുകയാണ്. ഈ ആന എവിടേക്ക് പോകും? വാച്ചർമാരുടെ ജീവനും വിലയുണ്ട്, ഞങ്ങളുടെ ജീവനും വിലയുണ്ട്. ഫോറസ്റ്റുകാർ ജീപ്പിൽ ഇരിക്കുകയല്ലാതെ ഈ വാച്ചർമാരുടെ കൂടെ ഇറങ്ങി ഒരു സപ്പോർട്ട് അവർ ചെയ്യില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ തടഞ്ഞുവെച്ചുവെങ്കിലും പെട്രോളിംഗ് ശക്തമാക്കാമെന്നും വഴിവിളക്കുകൾ സ്ഥാപിക്കാമെന്നുമുള്ള ഉറപ്പിന്മേൽ വിട്ടയച്ചു. 24 തൃശൂർ. അർജന്റീന ടീമും മെസ്സിയും കേരളത്തിലേക്കില്ലെന്ന് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മെസ്സി എത്തില്ലെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആരുടെ കയ്യിലാണോ അത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുമായി കരാറില്ലെന്ന് GCDAയും ഇന്ന് വ്യക്തമാക്കി. മെസ്സി വരുമോ എന്നതിലും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണത്തിലും ആദ്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. മെസ്സി എത്തില്ലെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. സ്റ്റേഡിയം ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത്. ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയുമില്ല. സ്റ്റേഡിയം നവീകരണത്തിന് 70 കോടി ചിലവുണ്ടെന്നാണ് സ്പോൺസറുടെ വാദം. എന്നാൽ ആ കണക്കിനെ കുറിച്ച് അറിവില്ലെന്ന് GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. സ്റ്റേഡിയം നവീകരണത്തിലെ അഴിമതി മറയ്ക്കാനാണ് മെസ്സി വരുമെന്ന പ്രചരണം നടത്തിയതെന്ന് കോൺഗ്രസ്. ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDAയിൽ പ്രതിഷേധിച്ചു. സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. 24 കൊച്ചി.
മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതികൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരാണ് കടന്നു കളഞ്ഞത്. ഇതിൽ ഒരാളെ പിടികൂടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. ഒരാൾ കടന്ന് എങ്ങോട്ട് പോയി എന്ന് വല്ല സൂചനയും കിട്ടിയോ നിതിൻ? എന്തായാലും കടന്നു കളഞ്ഞ പ്രതിക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. മൂവാറ്റുപുഴ കോടതിയിലാണ് വൈകിട്ട് നാടകീയ സംഭവം അരങ്ങേറിയത്. മോഷണ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്തു. ഈ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി പിന്നീട് പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് വാഴക്കുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഈ പ്രതികൾ കടന്നു കളഞ്ഞത്. ബംഗാൾ സ്വദേശികളായ സനത് മണ്ഡൽ അതോടൊപ്പം തന്നെ ശ്രീമന്ത് മണ്ഡൽ എന്നീ 2 പ്രതികളാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ മണിക്കൂറുകളോളം അവിടെ നടന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലായി തന്നെ ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷമാണ് പോലീസിനെ ഒരാളെ വെള്ളൂർക്കുന്നം ക്ഷേത്ര സമീപത്ത് നിന്ന് പിടികൂടാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോൾ മേഖലയിൽ വാഴക്കുളം പോലീസിന്റെയും മൂവാറ്റുപുഴ പോലീസിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇതിലെ ഒരു പ്രതി, അതായത് സനത് മണ്ഡൽ എന്ന ഒരു പ്രതിയാണ് ഇനി കിട്ടാനുള്ളത്. ഇയാൾ ഒരു പക്ഷേ ഈ കോടതിക്ക് സമീപത്തെ പുഴയിൽ ചാടിയെന്നൊരു സംശയം എന്തായാലും ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. ആ പരിസരത്താകെ തന്നെ പോലീസ് നേതൃത്വത്തിൽ ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും മണിക്കൂറുകളായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഈ പരിസരത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ഒരാളെ പിടികൂടാൻ സാധിച്ചു. മോഷണ കേസിലെ പ്രതികളാണ് ഈ ബംഗാൾ സ്വദേശികളായ ശ്രീമത് മണ്ഡലും അതോടൊപ്പം തന്നെ സനത് മണ്ഡലും. SK. ഓക്കെ, താങ്ക് യു. സമസ്തയിലെ അനുരഞ്ജന ചർച്ചകൾ ഫലം കാണുന്നു. 100ാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ പുതിയ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സമസ്തയിലെ ഇരുവിഭാഗത്തിനും പരിഗണന നൽകുന്നതാണ് പുതിയ കമ്മിറ്റി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പറയൂ സമീർ. SKന് മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് സമസ്തയിലെ വിഭാഗീയത എന്നുള്ളതാണ്. അതിനിപ്പോൾ പരിഹാരം കാണാൻ വേണ്ടി 9 അംഗ സമവായ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. അവർ നടത്തിയ ചർച്ചകളിൽ ഇപ്പോൾ പരിഹാരം കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് സമസ്തയുടെ 100ാം വാർഷികാഘോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്മിറ്റി നിയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ MC മായിൻ ഹാജി ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹം ലീഗ് പക്ഷക്കാരനാണ്. K മോയിൻകുട്ടി മാസ്റ്ററൊപ്പം തന്നെ സമദ് പൂക്കോട്ടൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ്, നാസിർ ഫൈസി കൊടുത്തൈ അടക്കമുള്ള 7 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയൊരു കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന വിമർശനം എന്നുള്ളത് ഈ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റികളിലൊക്കെ തന്നെ ലീഗ് അനുകൂല പക്ഷത്തിന് മേധാവിത്വമില്ല, അല്ലെങ്കിൽ അവർക്ക് അർഹമായ പരിഗണന ഇല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പുതിയ കമ്മിറ്റിയിൽ എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള കമ്മിറ്റികളൊക്കെ തന്നെ നിലവിലെ കമ്മിറ്റികൾ കീഴിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളതാണ്. നാളെ ഈ കമ്മിറ്റിയുടെ യോഗം നാളെ രാവിലെ 10 മണിക്ക് സമസ്തയിലെ ചേളാരിയിലെ ഓഫീസിൽ വെച്ച് ചേരുകയും ചെയ്യും. ഏതായാലും ഈ സമസ്തയുടെ 100ാം വാർഷികത്തിന് മുൻപും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുമായി ഈ സമസ്തയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് മുസ്ലിം ലീഗും സമസ്തയും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ് ഇടുക്കി ജില്ലയിൽ കടന്നു. പ്രൗഡ് കേരളയുടെ 13ാമത് വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള സമൂഹ നടത്തമാണ് കട്ടപ്പനയിൽ നടന്നത്. ജില്ലകളിലൂടെയുള്ള പര്യടനത്തിന് ശേഷം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള 2ാം ഘട്ട ബോധവൽക്കരണ പരിപാടി ഉടൻ തുടങ്ങുമെന്നും രമേശ് ചെന്നിത്തല 24നോട്. രാഹുൽ വിജയന്റെ റിപ്പോർട്ട്. ലഹരിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് ഇടുക്കിയിൽ പര്യടനം നടത്തുകയാണ്. രമേശ് ചെന്നിത്തല നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ വലിയൊരു പോരാട്ടമാണ്, ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും നമ്മുടെ യുവാക്കളെ ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണം. എത്രയോ അമ്മമാരുടെ കണ്ണുനീരാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളുടെയും പിന്നിൽ മദ്യവും മയക്കുമരുന്നുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 13ാമത്തെ ജില്ലയാണ് പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിലുള്ള ഈ വാക്കത്തോൺ. ഈ വാക്കത്തോണിൽ അത് എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഗവൺമെന്റ് ഉണരണം. ഈ മയക്കുമരുന്ന് ലോബിയുടെ വേരറക്കാൻ സർക്കാർ ശക്തമായി മുന്നോട്ട് വരണം. അതിനുവേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഈ അഭ്യർത്ഥന നടത്തുകയാണ്. തന്നെ പറഞ്ഞിരുന്നത് ആദ്യഘട്ടമാണ്. ഇനി 2ാം ഘട്ടം എങ്ങനെയായിരിക്കും? 2ാം ഘട്ടം ക്യാമ്പസുകളിലേക്കാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പസുകളിൽ ഇതിന്റെ പ്രവർത്തനവും വിപുലമായ തോതിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് എംപിയും ചേരുന്നുണ്ട്. വലിയൊരു ഉദ്യമത്തിനാണ് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഭാവി തലമുറയെ ഏറ്റവും സാരമായ നിലയിൽ ബാധിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കടുത്ത ഉപയോഗത്തിനെതിരായിട്ടുള്ള
ഏറ്റവും ശക്തമായ ക്യാമ്പയിനിങ് ആണ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വോക്കത്തോൺ. ഇടുക്കി ജില്ലയുടെ സമസ്ത മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഉൾപ്പെടെ പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ലഹരി ഉപയോഗിക്കുന്നത് പരമാവധി തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാവരും ഈ ക്യാമ്പയിനിങ്ങിൽ അണിനിരക്കുന്ന വിധത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുകൊണ്ട് തീരുന്നില്ല. ഈ ഒരു നടത്തം കൊണ്ടല്ല, കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്തും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിട്ടുള്ളത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ജമൈക്കയിലും ക്യൂബയിലും കനത്ത നാശം വിതച്ച മെലീസ ചുഴലിക്കൊടുങ്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ജമൈക്കയിൽ വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ക്യൂബയിൽ 7 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. കൊടുങ്കാറ്റുണ്ടാക്കിയ ദുരന്തത്തിൽ ഇതുവരെ 7 മരണം സ്ഥിരീകരിച്ചു. മെലീസ ഇപ്പോൾ ബഹാമാസിലേക്ക് നീങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട്. കരീബിയൻ രാഷ്ട്രമായ ജമൈക്ക ഈ നൂറ്റാണ്ടിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു മെലീസ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 297 കിലോമീറ്റർ വേഗത്തിൽ കൊടുങ്കാറ്റായി തീരത്ത് ആദ്യം വീശിയടിച്ച മെലീസ പിന്നീട് മണിക്കൂറിൽ 230 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റായി ചുരുങ്ങിയിരുന്നു. പലയിടത്തും മിന്നൽ പ്രളയങ്ങളുണ്ടായി. ജമൈക്കയിൽ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നു. കിങ്സ്റ്റൺ വിമാനത്താവളം നാളേക്ക് കൂടി അടച്ചിടുമെന്നാണ് വിവരം. ജമൈക്കയിൽ കനത്ത മഴ തുടരുമ്പോൾ മെലിസ കിഴക്കൻ ക്യൂബയിൽ കനത്ത നാശം വിതയ്ക്കുകയാണ്. ക്യൂബയിൽ 7 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചുവെന്ന് പ്രസിഡന്റ് മിഗൽ ഡിയാസ് കനാൽ വ്യക്തമാക്കി. കൊടുങ്കാറ്റ് നാശം വിതച്ച ചില പ്രദേശങ്ങളിൽ എത്തിച്ചേരാനാകാത്തതിനാൽ നാശനഷ്ടത്തിന്റെ പൂർണ്ണ വ്യാപ്തി വ്യക്തമല്ല. ക്യൂബയിൽ നാശം വിതച്ച മെലിസ ഇപ്പോൾ ബഹാമസിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, 24. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ ആഗോള നിക്ഷേപ ഉച്ചകോടി പുരോഗമിക്കുന്നു. തൊഴിൽ മേഖലയിലും നിക്ഷേപ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് തുടങ്ങിയവയുടെ സ്വാധീനമാണ് ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഉച്ചകോടി നാളെ സമാപിക്കും. റിയാദിൽ ഉച്ചകോടി നടക്കുന്ന കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗലത്തിന്റെ റിപ്പോർട്ട്. റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ 9ാം പതിപ്പ് 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെയാണ് ഉച്ചകോടിയുടെ സമാപനം. ഇന്നലെയും മിനിയാന്നുമായി പ്രധാനപ്പെട്ട പല ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ പതിപ്പാണ് ഇത്തവണ റിയാദിൽ നടക്കുന്നത്. 85 രാജ്യങ്ങളിൽ നിന്നായി 8000-ലേറെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. 20-ലേറെ രാഷ്ട്ര നേതാക്കളും ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 മേഖലകളെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉച്ചകോടി വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇന്നുമാണ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. AI, റോബോട്ടിക്സ് തുടങ്ങിയ കാര്യങ്ങൾ തൊഴിൽ മേഖലയെ എങ്ങനെ ബാധിക്കും, നിക്ഷേപ സാധ്യതകളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉച്ചകോടി ചർച്ച ചെയ്യുന്നുണ്ട്. നാളെ വൻകിട നിക്ഷേപങ്ങളുടെ കരാറുകൾ ഒക്കെ ഉച്ചകോടിയിൽ ഒപ്പുവെക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല പ്രഖ്യാപനങ്ങളും നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ നടന്ന ചർച്ചകളിൽ ചൈനീസ് വൈസ് പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പല പ്രമുഖരും പങ്കെടുത്തിരുന്നു. ഏതായാലും ആഗോളതലത്തിൽ നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളുമൊക്കെയാണ് ഉച്ചകോടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നാളെ ഉച്ചകോടിക്ക് സമാപനമാകും. വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനം റഫാലിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ അംബാല വ്യോമത്താവളത്തിൽ നിന്നായിരുന്നു രാഷ്ട്രപതിയുടെ പോർവിമാന യാത്ര. റഫാലിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണിപ്പോൾ ദ്രൗപദി മുർമു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്. രാവിലെ അംബാല വ്യോമസേനാ താവളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. തുടർന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സർവ്വ സൈന്യാധിപ റഫാൽ കോക്പിറ്റിലേക്ക്. മിനിറ്റോളം നീണ്ട യാത്രയിൽ രാഷ്ട്രപതി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിയും റഫാൽ വിമാനത്തിന്റെ മികവും അടുത്തറിഞ്ഞു. ഫ്രഞ്ച് നിർമ്മിത 4ാം തലമുറ പോർവിമാനമായ റഫാൽ 2020 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ശേഷം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരുന്നു. 2023 അസമിലെ തേസ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച്
രാഷ്ട്രപതി സുഖോയ് 30 MKI പോർവിമാനത്തിലും പറന്നിരുന്നു. മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൽ കലാം, പ്രതിഭാ പാട്ടീൽ എന്നിവരും സുഖോയ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.